വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴിവെക്കുകയും അതുവഴി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ടിയും വന്ന വലിയൊരു പരീക്ഷാ ക്രമക്കേട് ദേശീയാടിസ്ഥാനത്തിൽ നടന്നപ്പോൾ ഇവിടെ കേരളത്തിലും മറ്റൊരു പരീക്ഷാ ക്രമക്കേട് വിവാദം പുകയുന്നുണ്ടായിരുന്നു. അത് 3 വർഷം മുമ്പ് നടന്ന ഒരു PSC പരീക്ഷയിൽ നടന്ന അട്ടിമറിയുടെ വാർത്തയാണ്. അതിലിപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ അന്വേഷണത്തിൽ കാര്യമായ ക്രമക്കേട് കണ്ടെത്തുകയും ആദ്യമായി ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇനി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പോകുമ്പോൾ മാത്രമാണ് അതിൽ ആരൊക്കെയാണ് പ്രതികളെന്ന് അറിയാൻ പോകുന്നത്. ദേശീയാടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കണ്ടതുപോലെ ഒരു രാഷ്ട്രീയ വിവാദമായി ഇത് മാറുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു കാണാം. എന്തായാലും ഈ PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ആദ്യത്തെ FIR രജിസ്റ്റർ ചെയ്യുന്നത് വരെ 3 വർഷം മുമ്പ് ഈ പരീക്ഷ നടന്നത് മുതൽ 3 വർഷത്തിന് ശേഷം ഇപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത് വരെ ഉണ്ടായ ഈ കേസിലെ നാൾവഴികളിലേക്കാണ് ആദ്യം ന്യൂസ് ഡീകോഡ് പോകുന്നത്. PSC പരീക്ഷാ ക്രമക്കേട് നാൾവഴി 3 വർഷം നീണ്ട ഒരു കേസും വിവാദവുമാണ്. അതിനൊടുക്കമാണ് ഇന്നിപ്പോൾ ആദ്യത്തെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇത്രയും നാൾ സംഭവിച്ചത് എന്ന് നോക്കാം. 2023 ജൂലൈ 13 ആ പരീക്ഷ, വിവാദത്തിന് കാരണമായ പരീക്ഷ നടക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ചീഫ്, പ്ലാനിംഗ് കോർഡിനേഷൻ ചീഫ്, ചീഫ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് എന്നീ 3 ഉയർന്ന തസ്തികകളിലേക്കാണ് PSC പരീക്ഷ നടത്തിയത്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഹൈ സെക്കൻഡ് ക്ലാസ് ആയിരുന്നു പ്രധാന യോഗ്യത. ഇനി BTech ഇല്ലെങ്കിൽ സ്പെഷ്യലൈസേഷനോടെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റും. പൊതുവിഭാഗത്തിന് സാധാരണയായി 35 മുതൽ 46 വയസ്സ് വരെയായിരുന്നു പ്രായപരിധി. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നു. എന്നാൽ ഉയർന്ന പ്രായപരിധി യാതൊരു കാരണവശാലും 50 വയസ്സ് കവിയാൻ പാടില്ലായിരുന്നു. ഇപ്പറഞ്ഞ യോഗ്യതയെല്ലാമുള്ള 228 പേരാണ് ആ പരീക്ഷയിൽ പങ്കെടുത്തിരുന്നത്. 2025 മെയ് 31 റാങ്ക് ലിസ്റ്റും നിയമനവും. പരീക്ഷ നടന്ന് 2 വർഷം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുന്നു. 2025 മെയ് 31 എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം മെയ് 31 റാങ്ക് ലിസ്റ്റ് വന്നു. പിറ്റേ മാസം തന്നെ 1ാം റാങ്കുകാരൻ അരുൺ ജെ പ്രതാപ് എന്ന 1ാം റാങ്കുകാരന് നിയമനവും ലഭിക്കുന്നു. ഈ അരുൺ ഇടത് സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നുവെന്ന് വിവരങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നതാണ്. മാത്രമല്ല CPM നോമിനിയായി നിയമിക്കപ്പെട്ട PSC ചെയർമാൻ ഡോക്ടർ MR ബൈജുവും 2 അംഗങ്ങളുമാണ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കായി അഭിമുഖം നടത്തിയത് എന്ന വിലയിരുത്തലും ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. പിന്നീട് സംഭവിച്ചത് ഒരു ഉദ്യോഗാർത്ഥി പരാതിയുമായി രംഗത്ത് വരുന്നു. എന്ന് വെച്ചാൽ 1ാം റാങ്കുകാരന് നിയമനം കഴിഞ്ഞതിന് പിന്നാലെയാണ് 3ാം റാങ്ക് ലഭിച്ച K ശ്യാംകൃഷ്ണൻ എന്ന ഉദ്യോഗാർത്ഥിക്ക് തന്റെ മാർക്കിൽ സംശയം തോന്നുന്നത്. അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം ഉത്തരക്കടലാസിന്റെ പകർപ്പെടുക്കുന്നു. ഡിജിറ്റൽ മൂല്യനിർണ്ണയ രീതിയായ ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന് വെച്ചാൽ OSM 9 മുതൽ 18 വരെയുള്ള 10 ചോദ്യങ്ങൾ, 54 മാർക്കുള്ള 10 ചോദ്യങ്ങളിൽ മൂല്യനിർണ്ണയം നടത്താതെ ഒഴിവാക്കിയതായി ഇദ്ദേഹത്തിന്റെ ഈ പരിശോധനയിൽ കണ്ടെത്തും. വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങളിൽ തന്നെ ഇത് കണ്ടെത്തുകയാണ്. ഇതോടെയാണ് സംഭവം വിവാദമാകുന്നത്. ശ്യാംകൃഷ്ണൻ ആദ്യഘട്ടത്തിൽ PSCക്ക് പരാതി നൽകുന്നു. PSC ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയാണ്. PSCയുടെ കണ്ടെത്തൽ, ആ പ്രാഥമിക അന്വേഷണത്തിൽ PSCയുടെ കണ്ടെത്തൽ എന്താണ് എന്നുള്ളതാണ്. പരിശോധനയിൽ പരീക്ഷ എഴുതിയ 228 ഉദ്യോഗാർത്ഥികളുടെയും ഈ 10 ചോദ്യങ്ങളിൽ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ്. ഇതോടെയാണ് ഈ പരീക്ഷയിൽ വലിയ അട്ടിമറി നടന്നുവെന്ന് വ്യക്തമാകുന്നത്. മൂല്യനിർണ്ണയത്തിൽ മനഃപൂർവ്വം വരുത്തിയ പിഴവുകൾ വഴി അനർഹനായ ഉദ്യോഗാർത്ഥിക്ക് 1ാം റാങ്ക് ലഭിക്കാൻ ഒത്തുകളി നടന്നുവെന്ന സംശയമാണ് ഇതോടെ ഉയർന്നത്. രേഖകൾ കൈമാറിയില്ല PSC എന്ന ആരോപണം കൂടി ആ ഘട്ടത്തിൽ ഉയർന്നു. എന്ന് വെച്ചാൽ ക്രമക്കേടിൽ ഉത്തരക്കടലാസിന്റെ പകർപ്പും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച വിവരാവകാശ അപേക്ഷകൾ PSC ആദ്യം നിരസിച്ചിരുന്നു. തുടർന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കർശന നിർദ്ദേശപ്രകാരത്തെ തുടർന്നാണ് 7 ദിവസത്തിനകം രേഖകൾ നൽകാൻ PSC തയ്യാറായത്. പിന്നീട് ക്രൈംബ്രാഞ്ച് SIT വരുന്നു. വിവരാവകാശ രേഖകൾ പുറത്തു വന്നതോടെ PSC വലിയ വിവാദത്തിലാകുന്നു. 2026 ജൂണിൽ PSC ചെയർമാൻ ആദ്യം പരീക്ഷാ കൺട്രോളറെ അന്വേഷണം ഏൽപ്പിച്ചെങ്കിലും കമ്മീഷൻ അംഗങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അത് മാറ്റേണ്ടി വരുന്നു. ഇനി ഈ മാസം ആദ്യം UDF മന്ത്രിസഭ വിഷയം ചർച്ച ചെയ്യുകയും ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്യുന്നു. IG അജിത ബിഗത്തിനായിരുന്നു ഈ SITയുടെ അന്വേഷണ ചുമതല. 2026 ജൂലൈ 6 എന്ന് വെച്ചാൽ ഈ മാസം 6-ാം തീയതി PSC ആഭ്യന്തര വിജിലൻസ് വിഭാഗവും സമാന്തരമായി അന്വേഷണം തുടങ്ങുന്നു. 2006 ജൂലൈ 6 ഈ മാസം തന്നെ 6-ാം തീയതി PSC ആഭ്യന്തര വിജിലൻസ് വിഭാഗവും സമാന്തരമായി അന്വേഷണം തുടങ്ങുന്നു.
ജൂലൈ 13 ജൂലൈ 6 കഴിഞ്ഞ് ജൂലൈ 13 IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്ത് നേരിട്ടെത്തി രേഖകൾ പരിശോധിക്കുകയും പരാതിക്കാരായ ഉദ്യോഗാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീടാണ് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം പോകുന്നത്. എന്ന് വെച്ചാൽ ഈ മാസം 20-ാം തീയതി ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റത്തിലെ OSM-ലെ സോഫ്റ്റ്വെയർ പിഴവാകാം മൂല്യനിർണ്ണയം തടസ്സപ്പെടാൻ കാരണമെന്ന നിഗമനത്തിൽ IT വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയ ഒരു പരിശോധന നടത്തുന്നു. 2026 ജൂലൈ 24 ഈ മാസം 24-ാം തീയതി SITയുടെ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങുന്നു. PSC ഡെപ്യൂട്ടി സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ട്, സിസ്റ്റം അനലിസ്റ്റ് എന്നിവരെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തുന്നു. ഉദ്യോഗസ്ഥ വീഴ്ച കണ്ടെത്തിയിരിക്കുന്നു SIT. 2026 ജൂലൈ 27 2 ദിവസങ്ങൾക്ക് മുൻപ് PSC ആഭ്യന്തര വിജിലൻസ് വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. മൂല്യനിർണ്ണയത്തിൽ അതീവ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. 2026 ജൂലൈ 28 അതായത് ഇന്നലെ SIT തങ്ങളുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് സമർപ്പിക്കുന്നു. പരീക്ഷാ നടത്തിപ്പിലും മൂല്യനിർണ്ണയത്തിലും നിയമവിരുദ്ധമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് സംഭവിച്ചത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. എന്ന് വെച്ചാൽ ഔദ്യോഗികമായി ഈ പ്രത്യേക അന്വേഷണ സംഘം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. PSC ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. അനർഹമായ നേട്ടമുണ്ടാക്കി കൊടുക്കുന്നതിന് പരീക്ഷയിലെ മൂല്യനിർണ്ണയത്തിൽ ഉദ്യോഗസ്ഥർ ക്രമക്കേട് നടത്തിയതായി FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. 58 മാർക്കിന്റെ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ 5-ാം റാങ്കുകാരനായ ജയലാലിന് മാർക്ക് നിഷേധിച്ചു എന്ന് പറയുന്നുണ്ട്. അതുവഴി മെച്ചപ്പെട്ട റാങ്കും നിയമനാവസരവും നഷ്ടമാക്കിയെന്ന് പറയുന്നു. PSC-യുടെ പൊതുജന വിശ്വാസ്യതയ്ക്ക് കോട്ടമുണ്ടാക്കിയതായും FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ പേരുകൾ പക്ഷേ FIR-ൽ പരാമർശിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അടുത്ത ദിവസം ഏതെല്ലാം ഉദ്യോഗസ്ഥർക്കാണ് ക്രമക്കേടിൽ പങ്കെന്ന് വ്യക്തമാക്കി അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. PSC-യിലെ 2 ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികൾ ഉൾപ്പെടെ PSC-യിലെ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച PSC-യിലെ 2 ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രതികളാകുമെന്ന സൂചനകളുണ്ട്. പ്രതികൾക്കെതിരെ ക്രിമിനൽ വിശ്വാസവഞ്ചന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അഴിമതി നിരോധന നിയമപ്രകാരവും കേസുണ്ടാകും എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. തീർന്നില്ല, മറ്റു പരീക്ഷകളിലും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ആസൂത്രണ ബോർഡ് പരീക്ഷയ്ക്ക് പുറമെ PSC നടത്തിയ മറ്റു ചില പ്രമുഖ പരീക്ഷകളിലും ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്ന് വെച്ചാൽ KAS അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തുടങ്ങിയ പരീക്ഷകളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് SITക്ക് 30-ലധികം പരാതികളാണ് ലഭിച്ചത്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികളെ മുൻകൂട്ടി അറിയിക്കാതെ സിലബസ് മാറ്റിയെന്നും അസ്വാഭാവികമായ രീതിയിൽ ഒരു പ്രത്യേക ഓപ്ഷൻ മാത്രം എന്ന് വെച്ചാൽ B ഓപ്ഷൻ ഉത്തരമായി വന്നുവെന്നും പരാതിയുണ്ട്. ആ പരാതിയിലും നിരവധി സംഗതികൾ SITയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം ആ പരീക്ഷകളിലേക്ക് കൂടി നീളുമോ എന്ന സൂചനകൾ ഈ ഘട്ടത്തിലുണ്ട്. എന്തായാലും സിജോ വർഗീസ് ഞങ്ങൾ പ്രതിനിധിയിലേക്ക് കൂടി പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സിജോ, ഇതിലിപ്പോൾ ആദ്യമായി ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, അന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് അനർഹരെ തിരികെ കയറ്റാൻ വലിയ ക്രമക്കേട് നടന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ FIR-ലുണ്ട്. പക്ഷേ ആരൊക്കെയാണ് ഇതിൽ ഭാഗവാക്കായിട്ടുള്ളത്, ആരൊക്കെയാണ് പ്രതികൾ എന്ന് വ്യക്തമാക്കുന്നില്ല. അതിപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. എങ്കിൽ കൂടിയും ഈ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന സൂചനകൾ എന്താണ് സിജോ? PSC നേരത്തെ നടത്തിയ പരീക്ഷകൾക്കെതിരെ പലപ്പോഴും വ്യാപകമായ ആരോപണങ്ങളും വിമർശനങ്ങളും പരാതികളും ഒക്കെ ഉയർന്നിട്ടുണ്ട്. പക്ഷെ ആ ഘട്ടങ്ങളിലൊക്കെ PSC തന്നെയാണ് ആഭ്യന്തര അന്വേഷണം നടത്തിയത്. എല്ലാ കണ്ടെത്തലുകളും ഒന്ന് തന്നെയായിരുന്നു, യാതൊരു തരത്തിലുമുള്ള ക്രമക്കേടുമില്ല. പക്ഷേ ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ വ്യാപക വിമർശനം ഉയർന്നതിനെ തുടർന്ന് സർക്കാർ തന്നെ ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു, IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ. ഈ സംഘം PSC ഓഫീസിലെത്തി അതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്നു, ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഇന്ന് ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത്. ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ FIR-ൽ ഉള്ളത്. ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ്. ഒരാളെ 1-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വഴിവിട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് 58 മാർക്കിന്റെ ചോദ്യങ്ങളാണ് മൂല്യനിർണ്ണയം നടത്താതെ വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് PSC-യുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരമുണ്ട്. അതോടൊപ്പം തന്നെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും ചുമത്തിയിട്ടുണ്ട്.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്ത് തുടർ നടപടി എന്നുള്ളതാണ്. ഈ എഫ്ഐആറിൽ ഇതുവരെയും പ്രതികളുടെ പേര് ആഡ് ചെയ്തിട്ടില്ല. 2 ദിവസത്തിനകം ഈ ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിക്കൊണ്ട് കോടതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഇതിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പ്രതികളാക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഈ അറസ്റ്റ് നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ നിയമന തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ അത് മറച്ചു വെക്കാനുള്ള വലിയ തരത്തിലുള്ള ശ്രമം PSC ചെയർമാന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായി. ആദ്യം ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ അത് കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമായത്. പിന്നീടാണ് PSC തന്നെ നിർബന്ധിതരാകുന്നത് PSCയുടെ ആഭ്യന്തര വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിലും വീഴ്ചയുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. എന്തായാലും ഇതിനാരൊക്കെയാണ് ഇതിന് കൂട്ടുനിന്നിട്ടുള്ളത്, ആരൊക്കെയാണ് ഇതിന്റെ ഉത്തരവാദി, ഏതെല്ലാം തലത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും PSCയുടെ 2 ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസിൽ പ്രതിയാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ബോർഡ് അംഗങ്ങൾക്കോ മറ്റാളുകൾക്കോ ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള നടപടികളിലേക്കും കടക്കുമോ എന്നും അറിയേണ്ടതുണ്ട്. യെസ്, അപ്പോൾ സിജോ സൂചിപ്പിച്ചതുപോലെ PSCയിലെ 2 ഉന്നത ഉദ്യോഗസ്ഥർക്ക് കാര്യമായ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നൊരു അസംഷനിലേക്കാണ് ഇപ്പോൾ SIT എത്തിയിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥർ ആരാണ് എന്നിപ്പോൾ നമുക്കറിയില്ല. അതിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് കൂട്ടുപ്രതികളുണ്ടോ എന്ന് വെച്ചാൽ രാഷ്ട്രീയ നിയമനങ്ങൾ നേടിയ PSCയിൽ അംഗങ്ങൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചാൽ അതൊരു രാഷ്ട്രീയ വിവാദമായി മാറും. പോയ സർക്കാർ അതിന് മറുപടി പറയേണ്ടി വരും. ആ രീതിയിലൊരു രാഷ്ട്രീയ വിവാദമായി ഇത് വളരുമോ എന്നതും കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും FIR അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രതികളെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് SIT കടക്കാനിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം.